മലയാളക്കരയിൽ ഈ അടുത്തൊരു സംഭവം നടന്നു. ന്യൂസ് ചാനലുകളിൽ മുഴുവനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ നമ്മുടെ മതത്തിൽപ്പെട്ടയാളല്ല എന്ന് ഉണ്ടെങ്കിലും മാതാപിതാക്കളെ പരിഗണിക്കുക, ബഹുമാനിക്കുക എന്നത് അത് എല്ലാ മതക്കാർക്കും ബാധകമാണല്ലോ. ഒരു ഉമ്മാനെ നോക്കുന്നത് ആരാണ് എന്ന വിഷയത്തിൽ ലേലം വിളിച്ചു ന്യൂസിൽ വന്ന റിപ്പോർട്ട്. മഞ്ഞനാടി ഉറൂസിൽ ലേലം വിളി ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടോ? അവസാനമുണ്ടോ? ആ പഴമ അത് കൈവിടാനില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണെന്ന് നോക്കി. പക്ഷെ നിങ്ങൾക്കറിയോ, ഒരു ഉമ്മാനെ ഏത് മകൻ നോക്കണം, ചെലവിന് കൊടുക്കണം എന്ന വിഷയത്തിൽ ലേലം ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? അപ്പൊ ഒരു ഉമ്മാക്ക് 4 മക്കളുണ്ടെങ്കിൽ ഈ 4 മക്കളും തർക്കിക്കുകയാണ്, എന്റെ ഉമ്മാനെ ഞാൻ നോക്കാം, എന്റെ ഉമ്മാനെ ഞാൻ നോക്കാം, എന്റെ ഉമ്മാനെ ഞാൻ നോക്കാം. അങ്ങനല്ല. അങ്ങനെ ഉണ്ടായപ്പോ, ആ തർക്കം ഉണ്ടായപ്പോ ലേലം വിളിച്ചതല്ല. ശരിക്കും മനസ്സിലാക്കണം. പിന്നെ എന്തേ ലേലം വിളിക്കാനുള്ള കാരണം അറിയോ ചെറുപ്പക്കാരെ? ഒരു ഉമ്മാക്ക് 1-ലധികം മക്കളാണ്. ഈ മക്കൾ പറഞ്ഞു, ഉമ്മാനെ നോക്കാൻ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എന്നെ ഉമ്മാനെ നോക്കാനൊന്നും കിട്ടൂല. അപ്പൊ നാട്ടുകാർ മുഴുവനും തീരുമാനിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, മക്കളല്ലാതെ പിന്നെ ആര് നോക്കാനാ? നാട്ടുകാർക്ക് നോക്കാൻ പറ്റുമോ ഉമ്മാനെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തൻ നോക്കിയേ തീരൂ. ഞാൻ നോക്കൂല, ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും പറഞ്ഞതുകൊണ്ടായില്ല. എല്ലാരും നോക്കുന്നില്ലെങ്കിൽ ഒരുത്തനെങ്കിലും ഉമ്മാനെ നോക്കാൻ മനസ്സ് കാണിക്കണം. അപ്പൊ ആര് നോക്കും? ഉമ്മയാണെങ്കിലോ വലിയ കോടീശ്വരിയാണ്, ലക്ഷാധിപതിയാണ്, വലിയ മില്യണോറാണ് ഉമ്മ. ഉമ്മാന്റെ അടുത്ത് ഒരുപാട് സമ്പത്തുണ്ട്. അപ്പൊ ലേലം വിളിച്ചു. അപ്പൊ മൂത്ത മകൻ പറഞ്ഞു, 1 കോടി രൂപ ഉമ്മ എനിക്ക് തന്നാൽ ഞാൻ ഉമ്മാനെ നോക്കാം. അതാ ലേലം. നമ്മളെ ഉറൂസിന്റെ പരിപാടി അവസാനം അതെല്ലാം തീർന്നു ദുആ ചെയ്യുന്ന സമയം പോലെ ലേലം വിളിക്കാൻ അങ്ങനെ ഒരു ആപ്പിൾ കയ്യിലങ്ങെടുത്തു 100 നടന്നു. അപ്പൊ ഒരുത്തൻ പറഞ്ഞു 150, പിന്നൊരുത്തൻ പറഞ്ഞു 313, വേറൊരുത്തൻ പറഞ്ഞു 786, പിന്നൊരുത്തൻ പറഞ്ഞു 1001. അങ്ങനെ പോലെ താഴെ ഭാഗത്തുനിന്ന് മേലോട്ടാണ് ലേലം പോലെ. എന്നാൽ ഈ ലേലം എങ്ങനെ അറിയോ? മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കമാണ്, കയറ്റമല്ല. അപ്പൊ വലിയ മോൻ പറഞ്ഞു, മൂത്ത മോൻ പറഞ്ഞു, 1 കോടി രൂപ ഞാൻ, പിന്നെ 1 കോടി രൂപ ഉമ്മ തന്നാൽ ഞാൻ ഉമ്മാനെ നോക്കാം. അപ്പൊ അടുത്ത മോൻ പറഞ്ഞു, ഉമ്മ എനിക്ക് 1 കോടിയൊന്നും വേണ്ട. എന്തിനാണ്? മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോന്ന്? ഉണ്ട്, അതിനാ ഇപ്പൊ പറയണേ. അപ്പൊ രണ്ടാമത്തെ മോൻ പറഞ്ഞു, ഉമ്മ 1 കോടിയൊന്നും വേണ്ട, 50 ലക്ഷം 50 lakhs എനിക്ക് തന്നാ മതി, ഞാൻ ഉമ്മാനെ നോക്കാം. കണ്ടങ്ങള് ഉമ്മാനെ നോക്കുന്നതിന് വില നിശ്ചയിക്കുന്ന കാലാണ്. മലയാളക്കരയിൽ നമ്മുടെ തൊട്ടടുത്ത കേരളത്തിൽ നടന്നത് ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഇളയ മോൻ പറഞ്ഞു, ഉമ്മ എനിക്ക് 1 കോടിയും വേണ്ട, 50 ലക്ഷവും വേണ്ട, എനിക്ക് 10 ലക്ഷം തന്നാ മതി, ഞാൻ ഉമ്മാനെ നോക്കാം. അപ്പൊ ലേലം ഉറപ്പിച്ചു. ഉമ്മ ആരെ കൂടെ പോയി എന്നറിയോ? ഏറ്റവും കുറഞ്ഞ വില നിശ്ചയിച്ച 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഈ ഇളയ മോനോട് ഉമ്മ ഓന്റെ കൂടെ പോയി. നോക്കൂ നിങ്ങൾ, ഇത് കേരളത്തിലെ മലയാളം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അത് അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഉമ്മാനെ നോക്കുന്നതിൽ പോലും ഉമ്മാന്റെ സമ്പത്തിൽ ലേലം ചെയ്ത കുട്ടികൾ പോരാ. രണ്ടാമത്തെ ഒരു സംഭവം പറയുന്നു. ആയത്തിലേക്കും ഹദീസിലേക്കൊക്കെ ഞാൻ കടന്നു വരാം, ചരിത്രത്തിലേക്കൊക്കെ കടന്നു വരാം. ഉസ്താദെ നല്ല ചരിത്രം പറയണോ ഉസ്താദെ? എല്ലാം പറഞ്ഞുതരും. 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ എല്ലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്തി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും തൗഫീഖ് ദുആ ആമീൻ പറയാതിരിക്കുന്നത്? നിർത്തുന്ന കാര്യം പറഞ്ഞ ബേ ആമീൻ പറയണ്ടേ? അല്ലാഹു തആല ബേ നിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഒറ്റൊരുത്തരും ആമീൻ പറയുന്നില്ല.
നിങ്ങൾ ആമീൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇൻഷാ അല്ലാഹ് 10:45 11ന്റെ ഉള്ളിലായി ഞാൻ എന്റെ സംസാരം നിർത്തും. നിങ്ങൾക്കും നാളെ ഉറൂസാണ്, എനിക്കും നാളെ ഉറൂസാണ്. വേറെ സ്ഥലത്ത് നിന്നുള്ളൂ. മഞ്ഞനാടിയിൽ എനിക്ക് ഉറൂസില്ല, എനിക്ക് വേറെ സ്ഥലത്താണ് ഉറൂസ്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലെ ഉമ്മാക്കും ഉപ്പാക്കും മഹത്വം കൽപ്പിക്കപ്പെടാത്ത മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു, നാടിന് ശാപമായി കൊണ്ടിരിക്കുകയാണ്. 40 വർഷക്കാലം എന്റെ യുവാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. 40 വർഷക്കാലം ഒരു ബാപ്പ ഗൾഫ് നാടിൽ അധ്വാനിച്ചു. ചാനലിൽ വന്നതാ ഇതൊക്കെ. ഇന്നിപ്പോ പഴയ കാലം പോലെ ഒന്നുമല്ലല്ലോ. അപ്പ വാട്സപ്പിലും വരും, യൂട്യൂബിലും വരും. ഇപ്പൊ നമ്മുടെ മഞ്ഞനാടി ഉറൂസ് പണ്ട് കാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഞ്ഞനാടി ഉറൂസിനെ കാണുന്നവരാരാ? ഈ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളെ മഞ്ഞനാടി ഉറൂസിനെ കാണുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ലൈവോടുകൂടെ ഈ മഞ്ഞനാടി ഉറൂസ് പരിപാടി നടക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഗൾഫിന്റെ എല്ലാ നാടുകളിലും, കർണാടകയിലും കേരളത്തിലും, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന്, കോട്ടക്കലിൽ നിന്ന് നൗഷാദ് എന്ന് പറയുന്ന ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, നമ്മുടെ പ്രഭാഷണം നിരന്തരം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നത്തെ ഉസ്താദിന്റെ മഞ്ഞനാടി ഉറൂസിന്റെ ലൈവ് കിട്ടിയിട്ടുണ്ട്, ഞാനത് ലൈവായി കാണും, ഉസ്താദ് ദുആ ചെയ്യണം, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നിങ്ങളൊന്നുമല്ല, ഈ കാണുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകൾ നമ്മുടെ ഉറൂസ് ലൈവായി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. ഒരു പിതാവ്, കേരളത്തിൽ നടന്ന സംഭവമാണ്, ചാനലിൽ വന്നു ഒരു പിതാവ്. ഈ മൊയ്ലാർ എന്താ ഇങ്ങനെ ചാനലിൽ വന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഖുർആനിലും ഹദീസിലൊന്നും അല്ലേ? ഉണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞതിന് മാത്രം ബോധ്യപ്പെടണമെങ്കിൽ ഇന്നിവിടെ എന്ത് നടക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? ഈ വിഷയത്തിനൊരു ബഹുമാനവും പ്രസക്തി ഉണ്ടെന്ന് ബോധ്യപ്പെടണ്ടേ? 40 വർഷക്കാലം ഒരു പ്രവാസിയായ ബാപ്പ സ്വന്തം ഭാര്യനെയും നാട്ടിലാക്കി, കുട്ടികളെയും നാട്ടിലാക്കി, നാട്ടിലെ ഒരു നല്ല ബടക്കിനും കൂടാതെ, ഒരു കല്യാണത്തിനും കൂടാതെ 40 വർഷക്കാലം ഗൾഫ് നാടിൽ ജീവിതം കഴിച്ചുകൂട്ടി. അപ്പൊ എന്ത് സംഭവിച്ചു? 40 വർഷമായപ്പോ ഈ ബാപ്പാന്റെ മനസ്സിൽ, നല്ല ആൾ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോ 40 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഈ ബാപ്പാന്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ ഇതുവരെ എന്റെ നാട് വിട്ട് ഗൾഫിൽ കഴിഞ്ഞതാണല്ലോ, ഇനി എനിക്ക് ഗൾഫ് മതി. എത്ര ഗൾഫ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്, ഗൾഫ് മതി, ഞാൻ നാട്ടിൽ പോകട്ടെ, എന്റെ ഭാര്യന്റെയും കുട്ടികളും കൂടെ അങ്ങ് കഴിയട്ടെ, നാട്ടിലുള്ള നല്ല ബടക്കിലെല്ലാം ഒന്ന് കൂടി സന്തോഷിക്കട്ടെ, വിഷമങ്ങൾ പ്രകടിപ്പിക്കേണ്ടുന്നതാണെങ്കിൽ വിഷമങ്ങൾ പ്രകടിപ്പിക്കട്ടെ എന്നൊക്കെ കരുതി 40 വർഷം കഴിഞ്ഞപ്പോ ഇയാള് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നിങ്ങൾക്കറിയോ ഉപ്പമാരെ, പക്ഷെ ഈ ബാപ്പ ഒരു തെറ്റ് ചെയ്തു. ഗൾഫിലുള്ള സമയത്ത് മക്കളെ ശ്രദ്ധിച്ചില്ല. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇയാള് ഗൾഫിൽ സമ്പാദിച്ച മുഴുവൻ പണം ഭാര്യക്കും കുട്ടികൾക്കും കൊടുത്തയച്ചു എന്നല്ലാതെ മകൻ എത്ര കണ്ട് ദീനിയായി വളരുന്നുണ്ട് എന്ന കാര്യം ഈ ബാപ്പ ചിന്തിച്ചില്ല. അതാ ബാപ്പ ജീവിതത്തിൽ ചെയ്ത തെറ്റാണ്. ബാപ്പ അത് ആലോചിച്ചില്ല. ഒരു ബാപ്പ മക്കൾക്ക് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൊടുതി എന്താ? അദബുൻ ഹസൻ, നല്ല അച്ചടക്കമാണ്. അത് ബാപ്പ കൊടുത്തില്ല എന്ന് കണ്ടാൽ ബാപ്പ വിരൽ കടിക്കും, ഉറപ്പാണ്. ഈ ബാപ്പ കുട്ടികൾക്ക് അതൊന്നും കൊടുത്തില്ല. ബാപ്പ വീട്ടിൽ ടെലിവിഷൻ വാങ്ങിക്കൊടുത്തു. ടെലിവിഷനിലൂടെ ചിത്രങ്ങൾ മിന്നിമറിയാൻ അമർത്താൻ പറ്റിയ റിമോട്ട് വാങ്ങിക്കൊടുത്തു. 40 വർഷം കഴിഞ്ഞ് ബാപ്പ പ്രവാസി ലോകത്തോട് യാത്ര പറഞ്ഞ് നാട്ടിൽ വന്ന് ഒരിക്കൽ ബാപ്പയും ഉമ്മയും സ്വസ്ഥായിട്ട് വീട്ടിന്റെ മുകളിലെ നിലയിൽ കിടന്നുറങ്ങാം. രാത്രി 1 മണിയാകുമ്പോഴേക്ക് ഈ സ്പീക്കറിൽ നിന്ന് ഒച്ച വരികയാണ്. രാത്രി 1 മണിക്ക് സ്പീക്കറിൽ നിന്ന് ഒച്ച വരുന്ന പറഞ്ഞാൽ അർത്ഥം എന്താ? സ്വന്തം കുട്ടികൾ TV കാണുകയാണ് വീട്ടിൽ. ബാപ്പയൊന്ന് താഴോട്ട് ഇറങ്ങി വന്നു. ഈ മക്കളോട് പറഞ്ഞു, മക്കളെ ഒന്ന് ശബ്ദം കുറക്കടാ, ഉമ്മയും ഉപ്പയും ഒന്ന് ഉറങ്ങട്ടടാ, നിങ്ങളൊന്ന് ശബ്ദം കുറക്ക. ഇയാൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ. TV ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, TV കാണണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് ശബ്ദം കുറക്കടാ, വോല്യൂം ഒന്ന് കുറക്കടാ.
ഉമ്മയും ഉപ്പയും ഒന്ന് ഉറങ്ങട്ടടാ എന്ന് പറഞ്ഞു. പടച്ച റബ്ബേ, ഇത് പറഞ്ഞതേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് ദേഷ്യം വന്നു. ബാപ്പാന്റെ വാക്കിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാത്ത മക്കൾ. ഈ കുട്ടികൾ വോല്യൂം കൂട്ടി ബാപ്പ പറഞ്ഞതിന് എതിര് ചെയ്യാ. ഇതാണ് ഈ കുട്ടികളെ ഭാഷ. വോല്യൂം അങ്ങ് കൂട്ടി. സുബ്ഹാനല്ലാഹ്. ബാപ്പാക്ക് ദേഷ്യം വന്നു. ബാപ്പാന്റെ അധികാരം ബലപ്രയോഗം നടത്തിയിട്ട് കുട്ടികളെ കയ്യിലുള്ള റിമോട്ട് അങ്ങ് വാങ്ങി ബാപ്പ ടെലിവിഷൻ അങ്ങ് ഓഫ് ചെയ്ത് റിമോട്ടിനെ സോഫയിലോട്ട് വലിച്ചെറിഞ്ഞ് ബാപ്പ വീട്ടിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി സ്റ്റെയർ കേസിലൂടെ കയറി പോകുമ്പോ, പ്രിയപ്പെട്ട യുവാക്കളെ, കൗമാരപ്രായക്കാരെ, എന്റെ സംസാരം കേൾക്കുന്ന നവനൂറ്റാണ്ടിലെ ഫ്രീക്കന്മാരെ, എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങന്മാരെ, യുവതികളെ, ശരിക്കും കേട്ടോ. വീട്ടിന്റെ മുകളിലെ നിലയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റെയർ കേസിലൂടെ കാലൂന്നിയിട്ട് കയറിപ്പോകുന്ന ബാപ്പാനെ ഒരു മകൻ വലിച്ച് താഴോട്ടിട്ടു. മറ്റൊരു മകൻ ഉടൻ തന്നെ അടുക്കളയിൽ പോയി ഒരു കത്തി കൊണ്ടുവന്നു. ബാപ്പാന്റെ കഴുത്തിൽ കത്തി വെച്ച് ബാപ്പാനെ കൊന്നുകളഞ്ഞു. മലയാളക്കരയിൽ നടന്ന സംഭവമാണ്. ഈ അടുത്ത് നടന്നതാണ്. ചാനൽ പുറത്തുവിട്ടു. ആദ്യം പറഞ്ഞ സംഭവത്തിൽ ഉമ്മാനോടുള്ള മഹത്വം അറിയാത്ത മക്കൾ. രണ്ടാമതായി നടന്ന സംഭവത്തിൽ ബാപ്പാന്റെ മഹത്വം അറിയാത്ത മക്കൾ. ഇനി നിങ്ങൾ കേട്ടോ, ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം പത്രത്തിൽ വന്നു, ഫേസ്ബുക്കിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ വൈറലായി. അറിയോ, ഉമ്മാക്ക് വേണ്ടി, പടച്ച റബ്ബേ, രക്ഷിതാവിന് വേണ്ടി ഖബറ് കുഴിച്ചിട്ട് കാത്തിരിക്കുകയാണ് ഒരു പൊന്നുമോൻ. എന്റെ രക്ഷിതാവ് ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു. ഒരു കുഴിമാടം കുഴിച്ചിട്ട് കാത്തിരിക്കുകയാണ് ഒരു മോൻ. പൊന്നുമോനല്ല, പുന്നുമോനാ. പൊന്നുമോനാവനെങ്ങനെ? നമ്മൾ ആരെങ്കിലും കാക്കുവോ, എന്റെ ഉമ്മ ഒന്ന് മരിച്ചു കിട്ടണം, എന്റെ ബാപ്പ ഒന്ന് മരിച്ചു കിട്ടണം? അങ്ങനെ കാത്താൽ, അങ്ങനെ കൊതിച്ചാൽ ആ മകനെ എന്തിനു പറ്റും? പക്ഷേ ഒരു ചെറുപ്പക്കാരൻ ഒരു കുഴിമാടം കുഴിച്ച് രക്ഷിതാവ് ഇപ്പം മരിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. എല്ലാ ഫേസ്ബുക്കിലും വൈറലായി പോയി. അപകടമാണ്, വളരെ അപകടം.